ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പോഴും നമുക്ക് കമൻറ്റും സംഭവമൊക്കെ വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോയിലും നമ്മൾ ഇതിനു മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോസിലും. അപ്പോൾ S23 എടുക്കണം, S23 അൾട്രാ എടുക്കണം എന്നിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ രണ്ടും രണ്ട് റേഞ്ചിൽ വരുന്ന ഒരു ഡിവൈസുകളാണ്. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പം ഞാൻ രണ്ടെണ്ണം കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയുന്നുണ്ടായിരിക്കും. ഇത് S23 ആണ്, S23 അൾട്രാ ആണ്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതിന് പ്രൈസ് വരുന്ന ഞാൻ 256 GB വരേണ്ട കാര്യം പറഞ്ഞു വെച്ചാൽ 128 GB എനിക്ക് ഭയങ്കര കുറവായിട്ട് തോന്നുന്നു. ഇപ്പോൾ ബേസ് വേരിയൻ്റ് അടക്കം 128 GB ആണല്ലോ, പണ്ട് X64 GB എന്നൊക്കെ വരേണ്ട പോലെ. അപ്പോൾ അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഫോട്ടോസ് നമുക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 256 GB വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 256 GB വേരിയൻ്റെ കാര്യം പറയണം. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഫ്ലിപ്കാർട്ടിൽ S23 അൾട്രയുടെ പ്രൈസ് വരുന്നത് 50,000 രൂപയാണ്. 49,999 ആണ് 256 GB വരുന്നത്. ഇതിനാകുമ്പോൾ ഇപ്പോൾ കുറച്ച് പ്രൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ 79,999 ഇപ്പോൾ 80,000 രൂപ. അപ്പോൾ ഓൾമോസ്റ്റ് 30,000 രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഇതിൽ രണ്ടെണ്ണത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം വലിയ ഡിവൈസ്, അത്യാവശ്യം പ്രൊഫഷണൽ യൂസിന് നിങ്ങൾക്കറിയാം ഇതിൽ S Pen സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പണ്ട് നോട്ട് സീരീസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെ ഒരു വെട്ടി ചുരുക്കിയിട്ടാണ് അവർ ആക്ച്വലി ഈ എന്താ പറയുക അൾട്രാ സീരീസിലേക്ക് അത് ഇറക്കിയത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ സാധനം കുറച്ച് ബിസിനസ് യൂസ് പർപ്പസിനും വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ ഈ അൾട്രാ മോഡൽ ഇറക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഇതുപോലെ തന്നെ ഇതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അതല്ലാണ്ട് മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് എയർ ഗസ്റ്റസ് ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ റിമോട്ടായിട്ട് ഉപയോഗിക്കാം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഡ്രോയിങ് സംഭവമൊക്കെ ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ബിസിനസ് പർപ്പസുകൾക്കും അല്ലെങ്കിൽ ഇങ്ങനത്തെ പോലെ ആർട്ടിസ്റ്റിക് പർപ്പസുകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി S23 അൾട്രാ എടുക്കാം. അതല്ലാണ്ട് നിങ്ങൾ നോർമൽ യൂസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബാറ്ററി ബാക്കപ്പും കൂടുതലുണ്ട് മച്ചനെക്കാട്ടും. അതൊരു ചെറിയ സ്മോൾ ഫോണാണ്. അപ്പോൾ ഇത് 1 day തന്നെ മാക്സിമം നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 3 ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. 3x സൂമാണ് മാക്സിമം വരുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് സൂം കൂടുതൽ കിട്ടും. 10x നമുക്ക് മെയിൻ സൂം കിട്ടും. അത് 100x ഡിജിറ്റൽ, അത് പിന്നെ പോട്ടെ 10x കിട്ടും. അപ്പോൾ കുറച്ച് സൂം ഫോട്ടോസൊക്കെ വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഫോട്ടോ പർപ്പസിനാണെങ്കിൽ. വീഡിയോ പർപ്പസൻസ് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. വലിയ ഡിഫറൻസ് നമ്മൾ കണ്ടില്ലേ വീഡിയോയിലൊക്കെ. പിന്നെ നമുക്ക് ഇതിലൊരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിതിൽ 12 GB റാമും മിനിമം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് 8 GB ഉള്ളൂ. അപ്പോൾ 8 GB കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ബെയർ മിനിമം ആയിട്ട് വരും. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം യൂസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൽ നമ്മൾ അത്യാവശ്യം കുറേ ആപ്പും സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ കമ്പനി ആപ്സുകളും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് എത്ര റാം ഫ്രീ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ 8 GB ഉള്ള എല്ലാ ഫോണുകൾക്കും ഇത് തന്നെ അവസ്ഥ വരാൻ പോകും. എനിക്ക് തോന്നാൻ ഒരു മാക്സിമം 1.5 കൊല്ലമൊക്കെ നിൽക്കുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മുടെ ആൻഡ്രോയിഡ് ഉണ്ടല്ലേ, അത് ഡെയിലി വലുതായി ഹൈ എന്താ പറയുക ഭയങ്കര എന്താ പറയുക റാം യൂസേജ് ആയിട്ട് വരുന്ന ഒരു OS ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക നമ്മുടെ വിൻഡോസിൻ്റെ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് 8 GB ഭയങ്കര പോരാണ്ടായിട്ട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇതിൽ എവിടെ പോയി ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവർ എത്ര റാം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് ഇപ്പോൾ തന്നെ കണ്ടു 1.9 GB നമുക്ക് ബാലൻസ് വരുന്നുള്ളൂ. 8 GB അവൈലബിൾ വരുന്നുള്ളൂ. ക്ലീൻ കൊടുത്താൽ കുറച്ച് കിട്ടും. ക്ലീൻ കൊടുത്താൽ നമുക്ക് ഓൾമോസ്റ്റ് 3 GB കിട്ടും. അപ്പോൾ അത്യാവശ്യം ഹെവി യൂസർ ആണെങ്കിൽ അത് പോരാത്തതിന് ഗെയിമും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡ് 12 GB റാമിൻ്റെ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് S23 അൾട്രയ്ക്കും കുറച്ചും കൂടി ഫ്യൂച്ചർ പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറേ പേര് പറയും വര വരും, ഗ്രീൻ ലൈൻ വരും. അത് ഏത് AMOLED ഫോണായാലും ഇഷ്ടം പോലെ വരും. അത് ആപ്പിൾ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, ഷോയോമി ആയിക്കോട്ടെ. ഇപ്പം ഞാൻ iPhone 13 മാറ്റിയിട്ട് ഇതെടുക്കാൻ കാരണം ആഫ്റ്റർ അപ്ഡേറ്റ് സ്ക്രീൻ ഇഷ്യൂ വന്നതാണ്. അത് എല്ലാം വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫോണും കണക്കാക്കുക. അത് ഏത് ബ്രാൻഡായാലും OnePlus ആകുമ്പോൾ കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ അവർ അതിന് എന്താ റീപ്ലേസ്മെന്റ് സംഭവം കൊടുക്കുന്നുണ്ട് OnePlus ആയിട്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ബാക്കി ബ്രാൻഡുകളൊന്നും അങ്ങനെ കൊടുക്കുന്നില്ല. ഐഫോൺ ആ ഏരിയക്കേ ഇല്ല, അവന്മാർ ഇതൊന്നും അറിയണേ ഇല്ലാത്ത പോലെയാണ് അവന്മാരിരിക്കുന്നത്. സാംസങ്ങും ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ്മെന്റ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും OnePlusന്റെ അത്ര ഇല്ല. വിവോ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. വിവോ, ഓപ്പോ, ചൈനീസ് കമ്പനികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഫോണിന് വേണമെങ്കിൽ വരാം. അതിപ്പോൾ ഇന്ന ബ്രാൻഡൊന്നും ഇല്ല. കുറവ് ആക്ച്വലി എനിക്ക് തോന്നുന്ന മോട്ടറോള. പക്ഷെ മോട്ടറോളയൊക്കെ സർവീസ് ഭയങ്കര മോശമാണ്. പിന്നെ എന്താ പറയുക ഒപ്പോന് കുറവാണ്. ഒപ്പോന് കമ്പാരിറ്റീവ്ലി ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒപ്പോന് ഭയങ്കര കുറവാണ്. എന്താ വെച്ചാൽ അത്ര അധികം അങ്ങനെ റിപ്പോർട്ട് ആയിട്ടില്ല. അത്ര അധികം ഇത് ഏറ്റവും കൂടുതൽ ഇതിനാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ടാവാം. എന്ന് വെച്ചാൽ ആപ്പിളും സാംസങ്ങും ഒക്കെയാണ് ഭയങ്കരമായിട്ട് ഹൈ യൂസ് ചെയ്യുന്നത്. ഷോമിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കംപ്ലയിൻറ്റ്സ് കൂടുതൽ റിപ്പോർട്ടാവും. അത് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ കാര്യം പറഞ്ഞ പോലെയാണ്. പണ്ട് എല്ലാവരുടെയും കയ്യിലും ഇപ്പോൾ ഒരു 90% ആൾക്കാരുടെ കയ്യിലും മാരുതിയുടെ വണ്ടികളായിരുന്നു. അപ്പോൾ ഫുൾ കംപ്ലയിൻറ്റ് വരെ ന്യൂസിൽ സംഭവം വരിക മാരുതിയുടെ ഇടിച്ചപ്പോൾ എന്താ പറയുക ഇന്ന കംപ്ലയിൻറ്റ്, മാരുതി കത്തിപ്പോയി, അല്ലെങ്കിൽ മാരുതി ഇടിച്ചൊക്കെ ബിൽഡ് ക്വാളിറ്റി ഇല്ല, അങ്ങനെ വെച്ചാൽ ഇഷ്ടം പോലെ കംപ്ലയിൻറ്റ്സ് നമുക്ക് ഓൺലൈനിൽ സംഭവത്തൊക്കെ കാണായിരുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ കംപ്ലയിൻറ്റ്സ് റിപ്പോർട്ട് ആവുന്നത് അത്ര അധികം ആൾക്കാരെല്ലാം സാധനം ഉണ്ട്.
ഇപ്പോൾ ബാക്കി കമ്പനികൾ അത്രയധികം ആൾക്കാരിൽ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ആവുന്നത് ഇത്ര അധികം കമ്പനികളായിട്ട് പോലും അത് റിപ്പോർട്ട് ആവുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ അത്രയധികം വണ്ടികൾ യൂസ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് കുറവാകുമ്പോൾ അത് റിപ്പോർട്ട് ആവുന്നതും ഭയങ്കര കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക നോട്ടീസുകളായിട്ട് വരില്ല. അങ്ങനെ ഒരു റീസൺ ഉണ്ട് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇത് ഈ ബാക്കി ബ്രാൻഡുകൾ ഇങ്ങനെ കംപ്ലയിൻസിൽ ഇതെല്ലാം മുരളിക്കും ഡിസ്പ്ലേന് ഇഷ്യൂസ് വരുന്നുണ്ട്. അത് ഏത് ബ്രാൻഡ് ആയിക്കോട്ടെ. കമ്പാരിറ്റീവ്ലി ഒപ്പോനും അതിനൊക്കെ കുറവാന്ന് മാത്രം റിപ്പോർട്ട് അയക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടോയെന്ന് അറിയില്ല. ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് അയക്കുന്നത് OnePlus ആണ്. ഇത് ആക്ച്വലി നമ്മൾ പറഞ്ഞു വന്നത് S23 വാങ്ങിക്കുന്ന S23 Ultra വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി നിങ്ങളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ ബഡ്ജറ്റ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം 80,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക S23 Ultra തന്നെയാണ്. എന്ന് വെച്ചാൽ ബെറ്റർ ബാറ്ററി കിട്ടും, ക്യാമറ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് കിട്ടും, പ്രത്യേകിച്ച് സൂമും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത്. സ്ക്രീൻ വലുത് കിട്ടും, S Pen കിട്ടും, അതുപോലെ തന്നെ 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അതിന് നമുക്ക് 25 വാട്ട് മാക്സിമം കിട്ടുന്നുള്ളൂ. പിന്നെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നമുക്ക് നിങ്ങൾ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കിട്ടും, കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടും. സ്പീക്കർ ക്വാളിറ്റിയും കുറച്ചുകൂടി ബെറ്റർ ആണ്, നമ്മുടെ നോർമൽ S23 ബെറ്റർ ആണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കോഡാണ്, അത് നമുക്ക് നോർമലാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡിഫറൻസുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത് അങ്ങനെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ഓൾമോസ്റ്റ് ഒരു ഫാബ്ലെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊക്കെ പിടിച്ചിട്ട് പിന്നെ ഇത് ഉപയോഗിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് സാധനം ഭയങ്കര പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ പോക്കറ്റിലൊക്കെ ഒതുങ്ങാൻ ഭയങ്കര പാടായ സാധനം, അങ്ങനെ പ്രത്യേകിച്ച് കേസും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ട് മാത്രം എടുത്താൽ മതി. ചാടി കയറി എടുക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ അത് ഇതിൻ്റെ സൈസ് അറിയണമെങ്കിൽ ജസ്റ്റ് കടയിൽ പോയിട്ട് S24 Ultra എടുത്ത് നോക്കിയാൽ മതി. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിന് സൈഡിൽ കുറച്ച് കർവ് വരുന്നുണ്ട്, അതിൽ ഫ്ലാറ്റാണ്. അപ്പോൾ അതൊന്നുകൂടി ഇഷ്ടിക പോലെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അൺകംഫർട്ടബിൾ ആയിരിക്കും ഫോക്കലിൽ വെക്കാനും സംഭവത്തിനൊക്കെ. ഇത് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് മാത്രം, അത്രേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല സൈസ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് മെയിൻ കൺസേൺ. ഞാൻ എടുത്തപ്പോൾ തന്നെ എനിക്കിത് ആദ്യത്തെ 2 ദിവസത്തേക്ക് കുറച്ച് പാടായിരുന്നു സാധനം. പറയുമ്പോൾ എൻ്റെ പ്രൈമറി ഫോണൊന്നുമല്ല, പക്ഷേ ഇത് കൊണ്ടുനടക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞേട്ടാ. അല്ലാണ്ട് നോക്കി കഴിഞ്ഞാൽ ഓവറോൾ കിടിലം തന്നെയാണ്. അപ്പോൾ രണ്ടും ആക്ച്വലി റെക്കമെൻഡബിൾ ആണ്. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ യൂസേജും ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇത് രണ്ടും എടുക്കാം. രണ്ടും കുഴപ്പമില്ലാത്ത ഫോണുകൾ തന്നെയാണ്. അത്യാവശ്യം 50,000 താഴെ ബഡ്ജറ്റിൽ നോക്കി കഴിഞ്ഞാൽ S23 Ultra നല്ല കിടിലൻ ഫോൺ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് S24 നമുക്ക് അത്യാവശ്യം ഒരു 50, 55, 50, 53 രൂപയ്ക്കൊക്കെ നമുക്ക് ഓഫർ അടക്കം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതാ ബെറ്റർ. എന്ന് വെച്ചാൽ കുറച്ചുകൂടി പുതിയ സാധനമാണ്. വലിയ ഡിഫറൻസുകളും സ്പെക്സും വൈസും സംഭവമൊന്നും ഇല്ലെങ്കിലും നമുക്ക് റീസെയിൽ വാല്യൂ നോക്കുമ്പോൾ അത് പുതിയ വേർഷൻ ആയതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ കിട്ടും എമൗണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയാൻ മെയിൻ കാരണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബെസ്റ്റ് ബൈ ലിങ്ക് കാര്യങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ S23 Ultra എപ്പോഴും നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. 5,000 രൂപ കൂടിയെന്ന് മാത്രമല്ലോ കേട്ടോ. നിങ്ങൾക്ക് ആമസോൺ ICC കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 5% നിങ്ങൾ പ്രൈം മെമ്പറാണ് 5% ക്യാഷ് ബാക്കും കിട്ടും. അപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം കാലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ബ്ലോഗാണ്. അടുത്ത് കാണാം. ബൈ.